ഹലോ ഗായ്സ്, വീണ്ടും നമുക്കൊരു പുതിയൊരു പ്രോഗ്രാമുമായിട്ട് ഇപ്പം ഞാൻ വന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്നിരിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റ് മേരീസ് ഗ്രൂപ്പിൻ്റെ പ്രാർത്ഥന യൂണിറ്റുമായിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പരിപാടിയായിട്ടാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വ്ളോഗും കാര്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിലോട്ട്. ഇപ്പം നമ്മളിവിടെ വേറെ ആരുമില്ല, നമ്മുടെ കൂടെ ഒരുപാട് ഫാമിലി ഇപ്പം നമ്മളിവിടെ മെമ്പർഷിപ്പായിട്ട് കൂടെ വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർ നമ്മളോട് എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒരു ഗെറ്റ് ടുഗദർ എന്ന് വെച്ചാൽ ഒരു ഫാമിലി മീറ്റ് മാത്രമല്ല നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്. ഒരു ഫാമിലി എന്താണ് എന്നുള്ളതാണ് നമ്മളിപ്പം എങ്ങനെയാണ് ഒരു കൂട്ടായ്മ ഒരു ഫാമിലി ആയിട്ട് എങ്ങനെ ഒത്തൊരുമിച്ച് നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ പറ്റിയാണ് ഇപ്പൊ ഞാൻ താണ്ടെ പുതിയ വ്ലോഗായിട്ട് മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളോട് വന്നുകൊണ്ടിരിക്കുന്ന ഫാമിലീസിനെ ഓരോ ഫാമിലിയായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഓരോരുത്തരും ഉറങ്ങിക്കഴിഞ്ഞ് കാര്യം ഇപ്പൊ ഏകദേശം സമയം ഒരു 3 മണിയായി കഴിഞ്ഞിരിക്കുന്നു ഗായസ്. ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പരിചയപ്പെടാൻ ഇപ്പൊ ആ കൂടെ എന്റെ കൂടെ അടിച്ച് പഴുത്തിരിക്കുക എന്റെ കൂടെ ഇപ്പൊ ദേശനാട്ടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതാ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആ ഇരിക്കുന്നോട് സാധിച്ചിരിക്കുക കഞ്ചാവിനെ പോലെ ഇരിക്കുന്ന ആളില്ലേ, ഇതാ കണ്ണ് വെളിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പറയാൻ അളിയന്തിന്റെ പറയും ഇല്ല ഗായസ്, എനിക്കിപ്പോ ഇപ്പൊ എനിക്ക് ആരും അങ്ങനെ പേഴ്സണലായിട്ട് പരിചയപ്പെടുത്തി തരാനോ ഒന്നും പറ്റില്ല. പഴയ നമുക്ക് ഓരോരോ ഫാമിലി ഉണ്ടായത് നമുക്ക് ഇതിനെ പരിചയപ്പെടുത്തി തരാനായിട്ട് നമുക്ക് അവിടെ എന്താണ് പ്രോഗ്രാം നടക്കുന്നതെന്ന് എന്താണ് അവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് തന്നെ സോറി ഗായസ്, പണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തി തരുമായിരുന്നു അവിടെ എന്തൊക്കെ നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തേക്കുന്ന ഒരു സർപ്രൈസ് മീറ്റ് എന്തൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ഉറക്കത്തിൽ ഇപ്പോൾ ഒരാളെ എത്ര എണ്ണിച്ച് നമ്മൾ നോക്കുന്നുണ്ടായി ഷീച്ചായി കണ്ട ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഷീച്ചാൻ വരെ കണ്ണടച്ച് ഉറക്കാൻ തുടങ്ങി. നമ്മൾ ഈ എല്ലാവരും പറഞ്ഞ് നമ്മുടെ കഞ്ചാവ് അടിച്ചുകൊണ്ട് കിറങ്ങിയിരിക്കാൻ നമ്മുടെ ജെറും ചേച്ചി നമുക്കൊരു ഹായ് കൊടുത്താണ്. ആണ്ട ഇതാണ് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പാട്ടുകാരി ജിൻസി ചേച്ചി. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഡാൻസ് ആർട്ടിസ്റ്റ് മാത്രമല്ല, ഒരു മാസ്റ്റർ വിക്രം തന്നെ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ആദ്യം തന്നെ പരിചയപ്പെടുത്താണ്. ജിൻസി ചേച്ചി ഹായ് കാണിച്ചാണ്. ജിൻസി ചേച്ചിക്ക് നാണം വന്നു കേട്ടോ. ജിൻസി ചേച്ചിക്ക് ഒരു നാണം വന്നു. അടുത്ത നമ്മുടെ എന്ത് പറഞ്ഞാലും അതിന്റെ കൂടെ കയറി നമ്മളെല്ലാം പറഞ്ഞാലും നമ്മുടെ പുന്നിച്ചായ പന്നച്ചായ എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മുടെ പുന്നിച്ചായനാണ് രഞ്ജാച്ച അവർ ഹായ് പറഞ്ഞാണ്. വേറെ ആരുമല്ല, ഹായ് തരാനായിട്ട് വേറൊരാൾ കൊണ്ടുണ്ട്. രഞ്ജാന്റെ കുക്കു ചേച്ചി കായ അടിച്ചാണ്. കുക്കു ചേച്ചി ആയുടെ അതിന്റെ കൂടെ നമുക്ക് വേറൊരു ആൾക്കാരുടെ ഉണ്ട്. രണ്ടുപേരാണ് മടിയിൽ ഒരാൾ ഇത്ര നേരം അങ്ങോട്ട് തല അയച്ചു കിടന്നു, കുറച്ച് നേരം ഇങ്ങോട്ട് തല അയച്ചു കിടന്നാണ്ട് ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ട് മാറി നിറഞ്ഞും തല ചായച്ച് കിടക്കുകയാണ്. ഇപ്പൊ ഹായ് തരുന്നതായിരിക്കും. ഹായ് കാണിച്ചാണ് ഗായസ് ഞങ്ങളുടെ സെന്റ് മേരീസ് ഫാമിലി. ഇനി കുറച്ച് പേര് വെളിയിൽ നിന്നുകൊണ്ട് കുറച്ച് ഗുലാംപരത്ത് പരിപാടി കാണിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ അവരെടുത്തോട്ട് പോകാൻ പോവാണ് ഗായസ്. അയ്യോ ഇവിടെ ചേച്ചി ഇവിടെ ഇറങ്ങാതെ ഹായ് കാണിച്ച ചേച്ചി ഹായ് കാണിച്ചാണ്. എല്ലാരും പറഞ്ഞ ചേച്ചി എടുക്കല്ലേ എന്നാണ് ഗായസ്. ഞാൻ വീണ്ടും വെളിയിലോട്ട് വന്നോണ്ടിരിക്കുകയാണ്. നമ്മുടെ അല്ലിച്ച ഹായ് കാണിച്ചാണ്. ഹായ് കാണിച്ചത്. പിന്നെ ഗായസ് നമ്മുടെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഇവിടുന്നോട്ട് എന്താണ് പറയാൻ പറ്റില്ല, അവര് നമ്മുടെ കുറെ ഗൂഢമായ ചിന്തയിലും കാര്യങ്ങളിലുമാണ്. ഓരോരോ കാര്യങ്ങളും ചീർക്കളും നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹായ് കാണിച്ചാണ്. ഹായ് കാണിക്ക് അടുത്ത ലിജോച്ച. അടുത്ത അവിടെ വരുമ്പോ സാംജി, നമ്മുടെ റോംബയ്യ, അടുത്ത് ജുബുച്ചൻ, അടുത്ത നമ്മുടെ നിയുക്ത പ്രസിഡന്റ്. ഹായ്. എല്ലാവരും ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ഒരു ഹീറോ ഉറങ്ങി പോയിരിക്കുകയാണ്. ഹീറോ എന്നോട് കാണിച്ചു തരാം. ഒന്നുമല്ല, നമ്മുടെ കൂടുതൽ ആശാനാണ്. വേണ്ട പോയിരിക്കുകയാണ് ഗായസ്. ഇപ്പൊ നമുക്ക് ഉള്ളവരെ പറ്റി ഞാൻ പരിചയപ്പെടുത്തിരിക്കുകയാണ് ഗായസ്. ഞാൻ വീണ്ടും പരിചയപ്പെടുത്താൻ പറഞ്ഞ നമ്മുടെ സ്വന്തം സൗമ്യ ചേച്ചി ഇവിടെ നിൽക്കുകയാണ്. സൗമ്യ ചേച്ചിയുടെ ഇപ്പൊ അഭിപ്രായങ്ങൾ കാര്യം നമ്മൾ പറയുന്നതായിരിക്കും. അതിന്റെ ആ വിശ്വസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ അനൗൺസ്മെന്റ് ചെയ്യാൻ ചേച്ചി പറഞ്ഞാണ്. ഫസ്റ്റ് ടൈം ഗെറ്റ് ടുഗെദർ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു. പിന്നെ നമ്മുടെ ആങ്കറിങ് റോഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ പറയാൻ വേണ്ട, സൂപ്പർ. ഇതാണ് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ വിജയവും കാര്യങ്ങളും. എല്ലാവരുടെ എന്ത് പറഞ്ഞാലും എല്ലാം പോസിറ്റീവാണ് ചെയ്യുന്നതും കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ ഷീച്ച ഇപ്പൊ നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഷീച്ച ഉറങ്ങുവാൻ ഇത്ര നേരം. ഇപ്പൊ ഷീച്ച നമ്മുടെ വ്ലോഗും കാര്യങ്ങളെല്ലാം കേട്ട് എണ്ണിത്തിരിക്കുകയാണ്. ഷീച്ച ഇപ്പൊ രണ്ടോ നമ്മൾ പറയുന്നതായിരിക്കും. ഷീച്ച എന്തെങ്കിലും പറഞ്ഞാണ്, എന്താണ് ഷീച്ചാനെ പറ്റി, ഷീച്ചാൻ ഈ ഗെറ്റ് ടുഗെദറിനെ പറ്റി പറയാനുള്ളത്?
പറ ലൈവ വീണ്ടും നമ്മളെ ഷീച്ചാൻ നാണം വന്നിരിക്കുകയാണ്. ഷീച്ചാൻ നാണം വന്നു. ഷീച്ചാൻ ഞാൻ ചോദിച്ചു ഷീച്ച എന്താ പറയാനുള്ള ഷീച്ചാൻ എടുത്ത് ലൈവാന്നോ? ഞാൻ പറഞ്ഞു ആ ലൈവാ. അപ്പഴേ ഷീച്ചാൻ നാണം വന്നിട്ട് വീണ്ടും കണ്ണടച്ച് പോയി. La 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 oh la 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 ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ ഓഹ് കൊണ്ടുവാ. Ready, 1, 2, 3, start.